ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയുനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. പ്രിയ വിശ്വാസിനികളെ, സഹോദരി സഹോദരന്മാരെ, മാന്യ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഖുർആൻ പഠന അക്കാദമിയുടെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന ഖുർആൻ പഠനം ലളിതമാർഗത്തിൽ എന്ന ലെവൽ 1 കോഴ്സിൻ്റെ 10ാം സെഷനിലേക്കാണ് നമ്മളിന്ന് പ്രവേശിക്കുന്നത്. ഹദീസ് വായന. അബ്ദുല്ലാഹി ബിൻ ഉമർ ബിൻ അൽ ഹത്താബ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ജീവൻ തൊണ്ടക്കുഴിയിൽ എത്തുന്നതുവരെ ദാസൻ്റെ പശ്ചാത്താപം അള്ളാഹു സ്വീകരിക്കുന്നതാണ്. തിർമിദി ഉദ്ധരിക്കുന്ന ഹദീസാണിത്. ഈ ഹദീസ് വ്യക്തമാക്കുന്നത് പശ്ചാത്താപത്തിൻ്റെ വാതിലുകൾ ഒരുവൻ്റെ മരണം വരെ അള്ളാഹു താല തുറന്നിടുന്നു എന്നുള്ളതാണ്. എന്ത് പാപങ്ങൾ ചെയ്താലും മരിക്കുന്നതിന് മുമ്പ് അള്ളാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങിയാൽ അള്ളാഹു താല ആ പശ്ചാത്താപം സ്വീകരിക്കുമെന്നാണ് ഇത് വ്യക്തമാക്കുന്നത്. സെഷൻ്റെ ആദ്യ ഭാഗമായ അറബി സംസാര ഭാഷ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിരുന്നത് ഒരാൾ തുമ്മുമ്പോൾ, സ്നീസ് ചെയ്യുമ്പോൾ എന്താണ് പറയേണ്ടത്? അൽഹംദുലില്ലാ. അൽഹംദു സർവസ്തുതിയും ലില്ലാഹി അള്ളാഹുവിനാകുന്നു. അൽഹംദുലില്ലാ, സർവസ്തുതിയും അള്ളാഹുവിനാകുന്നു. ഇത് കേൾക്കുന്ന ഒരാൾ എങ്ങനെയാണ് അതിന് പ്രതികരിക്കുക, മറുപടി പറയുക? ഇർഹമുക്ക, അള്ളാഹു നിനക്ക് കാരുണ്യം നൽകട്ടെ. ഇർഹമുക്കല്ലാ, അള്ളാഹു നിനക്ക് കാരുണ്യം നൽകട്ടെ എന്ന് കേൾക്കുന്ന ആൾ പ്രതികരിക്കുമ്പോൾ വീണ്ടും തുമ്മിയാൾ തന്നെ അതിന് മറുപടി എന്നോണം വെഹദിക്കുമുല്ലാഹു യുസ്ലിഹു ബാലക്കും. യഹദിക്കുമുല്ലാ, ഹദ എന്ന് പറഞ്ഞാൽ ഹിദായത്തിലാക്കുക, മാർഗദർശനം നൽകുക. യഹദി മാർഗദർശനം നൽകുന്നു. യഹദിക്കുമുല്ലാ, അള്ളാഹു നിങ്ങളെ മാർഗദർശനം നൽകട്ടെ, സന്മാർഗത്തിലാക്കട്ടെ. വൈ യുസ്ലിഹ്, സന്മാർഗത്തിലാക്കുകയും യുസ്ലിഹ് ശരിയാക്കട്ടെ, ബാലക്കും നിങ്ങളുടെ അവസ്ഥ. അപ്പോൾ വീണ്ടും തുമ്മിയാൾ പറയേണ്ടത് യഹദീക്കുമുല്ലാഹു വയുസ്ലിഹ് ബാലക്കും. ഇന്ന് നമ്മുടെ ഇവിടെ അറബി സംസാര ഭാഷയിൽ പഠിക്കാനുള്ളത്, നമ്മൾ ഉദ്ദേശിക്കുന്ന സംഗതികൾ പ്രതീക്ഷയ്ക്ക് വിരുദ്ധമായി സംഭവിക്കുമ്പോഴോ ഒരാളുടെ മരണവാർത്ത അറിയുമ്പോഴോ മറ്റ് അനിഷ്ട സംഭവങ്ങൾ, അനിഷ്ട കാര്യങ്ങൾ കേൾക്കുമ്പോഴോ പറയേണ്ടുന്ന കാര്യമാണ്. ഇന്ന ലില്ലാഹി വ ഇന്ന ഇലൈഹി റാജിഊൻ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിരുന്നു ഇന്ന നിശ്ചയമായും. ഇന്ന അധികം നഹ്നു എന്ന പദം വന്നാൽ ഇന്ന നിശ്ചയമായും നമ്മൾ, ലില്ലാഹി അള്ളാഹുവിന് വേണ്ടിയാവുന്നു, വ ഇന്ന നിശ്ചയമായും നമ്മൾ, ഇലൈഹി ഇലാധികം ഹുവ ഇലൈഹി അവനിലേക്ക്, റാജിഊൻ മടങ്ങുന്നവരാകുന്നു. ഇന്ന ലില്ലാഹി, ഇന്ന നിശ്ചയമായും നമ്മൾ, ലില്ലാഹി അള്ളാഹുവിന് വേണ്ടിയാകുന്നു. സൂറത്ത് ഖുർആനിലെ ഒരായത്തിൽ അള്ളാഹു പറയുന്നു, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. വമാ ഖലഖ്തു, ഞാൻ സൃഷ്ടിച്ചിട്ടില്ല, വൽ ജിന്ന വൽ ഇൻസ ജിന്നിനെയും ഇൻസാനെയും മനുഷ്യനെയും, ഇല്ലാ ലിയഅ്ബുദൂൻ ഇല്ല ഒഴികെ, ലിയഅ്ബുദൂൻ അവനെ ആരാധിക്കുവാനല്ലാതെ ജിന്നിനെയും മനുഷ്യനെയും ഞാൻ സൃഷ്ടിച്ചിട്ടില്ല എന്നാണ് ഇതിൻ്റെ അർത്ഥം. അതുകൊണ്ടാണ് പറയുന്നത് നിശ്ചയമായും നമ്മൾ ലില്ലാഹി അള്ളാഹുവിന് വേണ്ടിയാവുന്നു. നമ്മുടെ ഇവിടുത്തെ ജീവിതം മുഴുവൻ അള്ളാഹുവിൻ്റെ തൃപ്തിക്കും സന്തോഷത്തിനും വേണ്ടിയായിരിക്കണം. അതാണ് അത് ഉദ്ദേശിക്കുന്നത്. രണ്ടാമത്, സഹായം അഭ്യർത്ഥിക്കേണ്ടത് ആരോടാണെന്ന് സ്വമേധയോ മറ്റുള്ളവരോട് ഉണർത്തുമ്പോഴോ ചൊല്ലേണ്ടത്. വല്ലാഹു, അള്ളാഹുവാണ്. അൽ മുസ്തആൻ, നസ്തഈൻ പറഞ്ഞാൽ സഹായം തേടുന്നു. നസ്തഈൻ നമ്മൾ പഠിച്ചതാണ്. മുസ്തഈൻ സഹായം തേടുന്നവൻ, മുസ്തആന സഹായം തേടപ്പെടേണ്ടവൻ. വല്ലാഹു മുസ്തആൻ, അള്ളാഹു ആണ് സഹായം തേടപ്പെടേണ്ടവൻ എന്നാണ് നമ്മൾ അവരെ ഉണർത്തേണ്ടത്, സ്വമേധയാ നമ്മൾ പറയേണ്ടത്. അപ്പോൾ സഹായം നൽകുവാൻ അള്ളാഹു മാത്രമാണ് എന്നാണ് അതിൻ്റെ സാരം. വല്ലാഹു, അള്ളാഹുവാണ്. അൽ മുസ്തആൻ, സഹായം തേടപ്പെടേണ്ടവൻ. വല്ലാഹുൽ മുസ്തആൻ, അള്ളാഹുവാണ് സഹായം തേടപ്പെടേണ്ടവൻ. രണ്ടാം ഭാഗമായ വ്യാകരണം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത്, നമ്മളൊന്ന് ആദ്യം മുതൽ ഒന്ന് ആവർത്തിക്കാൻ ശ്രമിക്കും. ഹുവ, ഹും, അന്ത, അന്തും, അന, നഹ്നു. അടുത്ത് റബ്ബുഹു. എന്താ റബ്ബുഹു അർത്ഥം? അവൻ്റെ രക്ഷിതാവ്. റബ്ബുഹു, റബ്ബുഹും, റബ്ബുക്ക, റബ്ബുക്കും, റബ്ബി, റബ്ബുന.
മിൻ. എന്താ മിൻ അർത്ഥം? ഇൽ നിന്ന്, ഫ്രം. മിൻഹു, മിൻഹും, മിൻക, മിൻകും, മിന്നി, മിന്ന. ഓക്കെ. ലാ അല്ലെങ്കിൽ ലീ പറഞ്ഞാൽ വേണ്ടി എന്നർത്ഥമാണ്. അപ്പോൾ ലഹു അവന്, അല്ലെങ്കിൽ അവന് വേണ്ടി. അപ്പോൾ അവനെ എന്ന് നമ്മൾ ഉച്ചരിക്കുക, അർത്ഥം പറയുക. ലഹു അവന്, ലഹും അവർക്ക്, ലക്ക നിനക്ക്, ലക്കും നിങ്ങൾക്ക്, ലീ എനിക്ക്, ലന ഞങ്ങൾക്ക്. ലഹു ലഹും, ലക്ക ലക്കും, ലീ ലന. ല മറന്നുപോയാൽ ഉള്ള ഉദാഹരണ വാചകം ലക്കും ലക്കും ദീനുക്കും വലിയ ദീൻ. നിങ്ങൾക്ക് നിങ്ങളുടെ മതം, എനിക്ക് എൻ്റെ മതം. അൻഹു, അൻ പറഞ്ഞാൽ എബൌട്ട്, കുറിച്ച്, സംബന്ധിച്ച്. എബൌട്ട് ഹിം. ഹു അവനെക്കുറിച്ച്, അൻഹും അവരെക്കുറിച്ച്, അൻക നിന്നെക്കുറിച്ച്, അൻഖും നിങ്ങളെക്കുറിച്ച്, അന്നി എന്നെക്കുറിച്ച്, അന്ന ഞങ്ങളെക്കുറിച്ച്. അൻഹു അൻഹും, അൻക അൻഖും, അന്നി അന്ന. മഴ കൂടെ, മഴഹു അവൻ്റെ കൂടെ, മഴഹും അവരുടെ കൂടെ, മഴക്ക നിൻ്റെ കൂടെ, മഴക്കും നിങ്ങളുടെ കൂടെ, മഴ എൻ്റെ കൂടെ, മഴന ഞങ്ങളുടെ കൂടെ. ഫി, ഫി എന്നതിനർത്ഥം ഇൻ, ഉള്ളിൽ. ഇൽ എന്നർത്ഥമാണ്, അകത്ത് എന്ന ഇൽ. ഫി ഓർത്തിരിക്കാനുള്ള സൂചന വാചകം അല്ലെങ്കിൽ ഉദാഹരണ വാചകമാണ് ഫി സബീലില്ല. സബീൽ പറഞ്ഞ മാർഗം അല്ലെങ്കിൽ വഴി. ഫി സബീൽ മാർഗത്തിൽ, വഴിയിൽ. ഫീഹി അവനിൽ, ഫീഹിം അവരിൽ, ഫീഖ നിന്നിൽ, ഫീഖും നിങ്ങളിൽ, ഫിയ എന്നിൽ, ഫീന ഞങ്ങളിൽ, ഫീഹ അവളിൽ, ഫീഹി ഫീഹിം, ഫീഖ ഫീഖും, ഫിയ ഫീന, ഫീഹ. ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത് ബി. ബി ബിസ്മി നമ്മൾ പഠിച്ചാണ്, ബിസ്മില്ലാ. അപ്പോൾ ബി ഓർത്തിരിക്കാനുള്ള ഉദാഹരണ വചനമാണ്, സൂചന വചനമാണ് ബിസ്മില്ലാ. ബി പറഞ്ഞ ഇൽ നടത്തുകൊണ്ട്, കൊണ്ട് നടത്തുകൊണ്ട്. സന്ദർഭത്തിനനുസരിച്ച് കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞിരുന്നു, ക്രിയകൾക്കോ ക്രിയാനാമങ്ങൾക്കോ അനുസരിച്ച് ഈ ഗതികളുടെ അല്ലെങ്കിൽ ഹർഫ് ജെറുകളുടെ അല്ലെങ്കിൽ പ്രിപ്പോസിഷൻ്റെ അർത്ഥങ്ങൾ മാറിക്കൊണ്ടിരിക്കും. എല്ലാ ഭാഷയിലും, ഇംഗ്ലീഷിലും മറ്റ് ഭാഷയിലും ഉണ്ടാകുന്ന പോലെ തന്നെ. അപ്പോൾ ഇവിടെ നമുക്ക് ബി കൊണ്ട് എന്ന് അർത്ഥം കൊടുക്കാം. ബിഹി അവനെ കൊണ്ട്, ബിഹിം അവരെ കൊണ്ട്, ബിഖ നിന്നെ കൊണ്ട്, ബിക്കും നിങ്ങളെ കൊണ്ട്, ബിയ അല്ലെങ്കിൽ ബി എന്നെ കൊണ്ട്, ബിന ഞങ്ങളെ കൊണ്ട്, ബിഹ അവളെ കൊണ്ട്. ഇനി ഇൽ നടത്തു കൊടുക്കൂ. ബിഹി അവനിൽ, ബിഹിം അവരിൽ, ബിക്ക നിന്നിൽ, ബിക്കും നിങ്ങളിൽ, ബിയ എന്നിൽ, ബിന ഞങ്ങളിൽ, ബിഹ അവളിൽ. ബിഹി അർത്ഥം പറയൂ. അവനിൽ, ബിഹിം അവരിൽ, ബിക്ക നിന്നിൽ, ബിക്കും നിങ്ങളിൽ, ബിയ എന്നിൽ, ബിന ഞങ്ങളിൽ, ബിഹ അവളിൽ. ഓക്കെ. ബിഹി ബിഹിം, ബിക്ക ബിക്കും, ബിയ ബിന, ബിഹ. ബിഹി ബിഹിം, ബിക്ക ബിക്കും, ബിയ ബിന, ബിയ ബിന. നമ്മൾ മാലി പഠിച്ചു ആദ്യം അല്ലേ, പൂർണ്ണകാലം. അത് പാസ്റ്റ് ടെൻസ് പഠിച്ചു. ഫഅല അവൻ ചെയ്തു, ഫഅലു അവർ ചെയ്തു, ഫഅൽത നീ ചെയ്തു, ഫഅൽതും നിങ്ങൾ ചെയ്തു, ഫഅൽതു ഞാൻ ചെയ്തു, ഫഅൽന ഞങ്ങൾ ചെയ്തു, ഫഅല ഫഅലു, ഫഅൽത ഫഅൽതും, ഫഅൽതു ഫഅൽന. പിന്നെ ഫിൽ മുദാരിഅ അപൂർണകാലം, അതായത് വർത്തമാനത്തിനും ഭാവിക്കും വേണ്ടി ഒരു കാലമേ നമുക്ക് പഠിക്കേണ്ടതുള്ളൂ. അൽഹംദുലില്ലാ. അതാണ് ഫിൽ മുദാരിഅ അപൂർണകാലം എന്ന് പറയുന്നു. യഫ്അലു നമ്മൾ അപൂർണകാലം പറയുമ്പോൾ ശബ്ദവും കൈയും അല്പം ഉയർത്തണം. യഫ്അലു അവൻ ചെയ്തു. അവൻ ചെയ്യുന്നതാണോ? ചെയ്യുന്നു അല്ലെങ്കിൽ ചെയ്യും. യഫ്അലൂൻ അവർ ചെയ്യുന്നു. തഫ്അലു നീ ചെയ്യുന്നു, തഫ്അലൂൻ നിങ്ങൾ ചെയ്യുന്നു, അഫ്അലു ഞാൻ ചെയ്യുന്നു, നഫ്അലു ഞങ്ങൾ ചെയ്യുന്നു. ചെയ്യുന്നു അല്ലെങ്കിൽ പ്രവർത്തിക്കുന്നു, രണ്ടിനും നമുക്ക് പറയാം. യഫ്അലു യഫ്അലൂൻ, തഫ്അലു തഫ്അലൂൻ, അഫ്അലു നഫ്അലു. കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ചല്ലോ അല്ലേ, ഫീൽ അമർ പഠിച്ചു, കൽപ്പന ക്രിയ പഠിച്ചു. ഫീൽ അമർ കൽപ്പന ക്രിയ. ഇഫ്അൽ എന്താ അർത്ഥം? ഇഫ്അൽ നീ ചെയ്യൂ, നീ ചെയ്യുക. ഇഫ്അൽ. ഇഫ്അലു നിങ്ങൾ ചെയ്യൂ. ലാ തഫ്അൽ നീ ചെയ്യരുത്.
ലാ തഫ്അലു, നിങ്ങൾ ചെയ്യരുത്. ഇഫ്അൽ ഇഫ്അലു, ലാ തഫ്അൽ ലാ തഫ്അലു. ഫഅല ഫഅലു, ഫഅൽത ഫഅൽതും, ഫഅൽതു ഫഅൽന. യഫ്അലു യഫ്അലൂൻ, തഫ്അലു തഫ്അലൂൻ, അഫ്അലു നഫ്അലു. ഇഫ്അൽ ഇഫ്അലു, ലാ തഫ്അൽ ലാ തഫ്അലു. ഇനി നമുക്കിന്ന് മൂന്നാമത്തെ സെഷനിലേക്ക് കിടക്കാം. മൂന്നാമത്തെ ഭാഗം, പ്രധാന അഭ്യാസം. അതിൽ കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ച സൂറത്ത് മസദ്. മസദ് എന്ന് പറഞ്ഞാൽ ഈത്തപ്പന നാര്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. തബ്ബത് യദാ അബീ ലഹബിൻ വതബ്ബ്. തബ്ബത് നശിക്കട്ടെ, യദാ രണ്ട് കൈകളും, യദുൻ ഒരു കൈ, യദാ രണ്ട് കൈകളും, അബീ ലഹബ് അബൂലഹബിൻ്റെ, വതബ്ബ് അവൻ നശിക്കും അല്ലെങ്കിൽ നശിക്കുകയും ചെയ്തിരിക്കുന്നു. തബ്ബത് യദാ അബീ ലഹബിൻ വതബ്ബ്, അബൂലഹബിൻ്റെ രണ്ട് കൈകളും നശിക്കട്ടെ, അവൻ നശിച്ചുതാനും. മാ അഗ്ന അൻഹു മാലുഹു വമാ കസബ്. മാ ഇല്ല, അഗ്ന അഗ്ന പറഞ്ഞ ഉപകാരപ്പെട്ടു. മാ അഗ്ന ഉപകാരപ്പെട്ടില്ല, അൻഹു അവന് അവനിക്ക്, അൻഹു അവനെ സംബന്ധിച്ച്, മാലുഹു മാലു പറഞ്ഞ സമ്പത്ത് സ്വത്ത്, മാലുഹു അവൻ്റെ സമ്പത്ത്, അൻഹു മാലുഹു അവന് അവൻ്റെ സമ്പത്ത്, അൻഹു പറഞ്ഞ അവന്, മാലുഹു അവൻ്റെ സമ്പത്ത്, മാ അഗ്ന ഉപകാരപ്പെട്ടില്ല. ഒമാ കസബ്, മാ പറഞ്ഞ ഇവിടെ അർത്ഥം എന്താണ്? യാതൊന്ന്, കസബ അവൻ സമ്പാദിച്ചു. അപ്പോൾ മാ കസബ അവൻ സമ്പാദിച്ചത്, ഒമാ കസബ് അവൻ സമ്പാദിച്ചതും, മാ അഗ്ന അൻഹു മാലുഹു വമാ കസബ് അവന് അവൻ്റെ ധനവും അവൻ സമ്പാദിച്ചതും ഉപകാരപ്പെട്ടില്ല. സയസ്ല നാറൻ ദാത ലഹബ്. സയസ്ല, യസ്ല എന്ന് പറഞ്ഞാൽ കടന്നെരിയുക. സ എന്തിനെ ഉപയോഗിക്കുന്നു? അത് ഭാവി കാലത്തിൽ ഉടനെ സംഭവിക്കാൻ പോകുന്നതിനെ സൂചിപ്പിക്കാനാണ് സ എന്ന പദം ഉപയോഗിക്കുന്നത്. വേറൊരു വാക്കും കൂടി ഉണ്ട്, എന്താണ്? സൗഫ. അപ്പം നമുക്ക് സ എന്ന പദം നമ്മൾ യഫ്അലു മുദാരി പഠിച്ചു. യഫ്അലു അവൻ ചെയ്യുന്നു, സയഫ്അലു അവൻ ചെയ്യും, ഉടനെ ചെയ്യും. സയഫ്അലു അവൻ ഉടനെ ചെയ്യും. സയഫ്അലൂൻ അവർ ഉടനെ ചെയ്യും. സതഫ്അലു നീ ഉടനെ ചെയ്യും. സതഫ്അലൂൻ നിങ്ങൾ ഉടനെ ചെയ്യും. സഅഫ്അലു ഞാൻ ഉടനെ ചെയ്യും, ഞങ്ങൾ ഉടനെ ചെയ്യും. അങ്ങനെ മുദാരി എന്ന പദം ഭാവിയിലെ ഉടനെ ചെയ്യും എന്നതിനെ സൂചിപ്പിക്കാനാണ് എന്ത് ഉപയോഗിക്കുന്നത്? സ എന്ന പദം ഉപയോഗിക്കുന്നത്. സയസ്ല ഉടനെ അവൻ എരിയും. എവിടെ? നാറൻ തീയിൽ, അഗ്നിയിൽ, നരകത്തിൽ. ദാത്ത ലഹബ് ആ നാറൻ എങ്ങനെയാണ്? ലഹബുള്ളതാണ്. ലഹബ് ജ്വാലയുള്ളതായിരുന്നു. ദാത്ത ലഹബ്, ദാത്ത് പറഞ്ഞാൽ ഉള്ള, ദാത്ത ലഹബ് ജ്വാലയുള്ളതായ. സയസ്ല നാറൻ ദാത്ത ലഹബ് ജ്വാലയുള്ളതായ ഒരു അഗ്നിയിൽ അവൻ വഴിയെ കടന്നെരിയും. വമ്രഅത്തുഹു ഹമ്മാലത്തുൽ ഹത്തബ്. ഇമ്രാത്തുൻ, ഇമ്രാത്തുൻ പറഞ്ഞാൽ സ്ത്രീ. ഇമ്രാത്തുൻ എന്താ അർത്ഥം? സ്ത്രീ. ഇമ്രാത്തുഹു അവൻ്റെ ഭാര്യ. ആരുടെ ഭാര്യ? അബൂലഹബിൻ്റെ ഭാര്യ. വാദിയം ഇമ്രാത്തുഹു വമ്രഅത്തുഹു എന്നാണ് വരിക. ആ ഭാര്യയെ ആരാണ്? ഹമ്മാലത്ത്, ചുമട്ടുകാരിയാണ്. ഹമല അവൻ ചുമന്നു, എന്നാണ് ഹമ്മാലത്ത്, ചുമക്കുന്നവൾ, ചുമട്ടുകാരി. അൽ ഹത്തബ് എന്ത് ചുമക്കുന്നവളാണ്? അവള് വിറക് ചുമക്കുന്നവളാണ്. അൽ ഹത്തബു എന്നാണ് വരിക. നമ്മൾ പിന്നെ വാചകം അവസാനിക്കുമ്പോൾ അൽ ഹത്തബ് എന്നാണ് സുക്കുലിനെ അവസാനിക്കേണ്ടത്. വമ്രഅത്തുഹു ഹമ്മാലത്തൽ ഹത്തബ് അവൻ്റെ ഭാര്യയും, അതെ ആ വിറക് ചുമട്ടുകാരിയായ അവളും അതിൽ കടന്നെരിയും. ഫീ ജീദിഹാ ഹബിലും മിൻ മസദ്. ജീദ് പറഞ്ഞാൽ കഴുത്ത്. ജീദിഹ അവളുടെ കഴുത്തിൽ. ഫീ ഇൽ, ഫീ ജീദിഹ അവളുടെ കഴുത്തിലുണ്ട്. ഹബിലുൻ ഒരു കയറ്. മിൻ മസദ്, മസദ് സൂറത്ത് മസദാണ്. എന്താണ് മസദ്? ഈത്തപ്പന നാര്, അല്ലെങ്കിൽ ഈത്തപ്പന നാരിനാൽ പിരിച്ച ചൂടിക്കയറുണ്ട് അവളുടെ കഴുത്തിൽ. ഫീ ജീദിഹ ഹബിലും മിൻ മസദ് അവളുടെ കഴുത്തിൽ ഈത്തപ്പന നാരിനാൽ പിരിച്ച ഒരു ചൂടുകയർ ഉണ്ടായിരിക്കും. ഇന്ന് നമ്മൾക്ക് വളരെ പ്രധാനപ്പെട്ട
സൂറത്താണ് ഇവിടെ പഠിക്കാനുള്ളത്. സൂറത്ത് ഇഖ്ലാസ്. സൂറത്ത് ഇഖ്ലാസ്. ഇഖ്ലാസ് എന്ന പദത്തിന് അർത്ഥം നിഷ്കളങ്കത, ആത്മാർത്ഥത, പ്യൂരിറ്റി, ശുദ്ധത എന്ന പല അർത്ഥങ്ങളുണ്ട്. ഖുർആനിലെ 112-ാമത്തെ സൂറത്താണ് സൂറത്ത് ഇഖ്ലാസ്. മക്കയിൽ അവതരിച്ച സൂറത്താണിത്. അള്ളാഹുവിൻ്റെ പരിശുദ്ധ ഗുണങ്ങളെ പ്രസ്താവിച്ച 5 കാര്യങ്ങൾ ഇതിൽ പ്രതിപാദിക്കുന്നുണ്ട്. യാതൊരു കലർപ്പും കൂടാതെ തികച്ചും പരിശുദ്ധമായ ഏകദൈവ വിശ്വാസ മൂല്യങ്ങൾ ഉൾക്കൊള്ളുന്ന അധ്യായമെന്ന നിലയ്ക്ക് സൂറത്ത് ഇഖ്ലാസ് അല്ലെങ്കിൽ നിഷ്കളങ്കത എന്നും, മതത്തിൻ്റെ അടിസ്ഥാന മൗലിക തത്വങ്ങൾ ഉൾക്കൊള്ളുന്നതെന്ന നിലയ്ക്ക് സൂറത്ത് അസാസ്, അസാസ് പറഞ്ഞ അടിത്തറ എന്നും, സൂറത്ത് മാരിഫ, മാരിഫ പറഞ്ഞ വിജ്ഞാനമെന്നും, സൂറത്ത് തൗഹീദ് ഏകദൈവ സിദ്ധാന്തത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന അധ്യായം എന്ന നിലയ്ക്ക് സൂറത്ത് തൗഹീദ് എന്നും ഇതിന് പേരുകളുണ്ട്. ഈ സൂറത്ത് ഖുർആൻ്റെ 1/3 നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി ചെയ്തതായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നു. മൊത്തം ഖുർആൻ്റെ 1/3 ഭാഗത്തിന് തുല്യമാണ് സൂറത്തുൽ ഇഖ്ലാസ്. അപ്പോൾ അതിൽ നിന്ന് തന്നെ അതിൻ്റെ ശ്രേഷ്ഠത നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയും. എല്ലാ രാത്രിയിലും ഉറങ്ങാൻ കിടക്കുന്ന നേരം ഈ സൂറത്തും, സൂറത്ത് ഇഖ്ലാസും അടുത്ത 2 സൂറത്തുകളും, സൂറത്ത് ഫലത്തും സൂറത്ത് നാസും ഓതി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓതി 2 കൈകളിൽ ഊതി മുഖത്തും തലയിലും ശരീരവും ആസകലം 3 പ്രാവശ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തടവിയിരുന്നതായി ബുഖാരി, മുസ്ലിമീൻ മുതലായ ഹദീസ് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിരിക്കുന്നു. നിന്റെ റബ്ബിനെ ഞങ്ങൾക്കൊന്ന് വിവരിച്ചു തരണമെന്ന് മക്ക മുശ്രിക്കുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആവശ്യപ്പെട്ടുവെന്നും അതിനെ തുടർന്നാണ് ഈ സൂറത്ത് അവതരിച്ചതെന്നും അഹമ്മദ്, തിർമിദി, ബുഖാരി മുതലായവർ നിവേദനം ചെയ്യപ്പെട്ടിരിക്കുന്നു. നമ്മുടെ അർത്ഥത്തിലേക്ക് കടക്കാം. പറയുക, അത് അല്ലെങ്കിൽ കാര്യം അള്ളാഹു ഏകനാകുന്നു. അള്ളാഹു എല്ലാവർക്കും ആശ്രയമായിട്ടുള്ളവനാകുന്നു. അവന് സന്താനം ജനിച്ചിട്ടില്ല. അവൻ സന്താനമായി ജനിപ്പിക്കപ്പെട്ടുമില്ല. അവന് തുല്യനായിട്ട് ഒരാളും ഇല്ലതാനും. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ്. കുൽ, നീ പറയുക. ഖാല, അവൻ പറഞ്ഞു. ഖാല, ഖാലു, ഖുൽത, ഖുൽതും, ഖുൽതു, ഖുൽന. യഖൂലു, യഖൂലൂൻ, തഖൂലു, തഖൂലൂൻ, അഖൂലു, നഖൂലു. കുൽ, നീ പറയൂ. ഖൂലു, നിങ്ങൾ പറയൂ. ലാ തഖുൽ, നീ പറയരുത്. ലാ തഖൂലു, നിങ്ങൾ പറയരുത്. കുൽ എന്താർത്ഥം? നീ പറയുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു പറയാനായിട്ട് പറയണം. അവരോട് പറഞ്ഞു കൊടുക്കൂ. ഹുവ, അവൻ, അള്ളാഹു, അള്ളാഹു അഹദുൻ, ഏകനാണ്. വാഹിദ്, ഒന്ന് അല്ലേ? അഹദ് പറഞ്ഞ ഏകൻ. അല്ലയോ പ്രവാചക ശ്രേഷ്ഠ, നീ അവരോട് പറഞ്ഞു കൊടുക്കൂ. ഈ മുശ്രിക്കുകളോട്, നിന്നോട് ചോദിച്ച ഈ മുശ്രിക്കുകളോട് പറഞ്ഞു കൊടുക്കൂ. കുൽ, നീ പറയൂ. ഹുവ, അവൻ, അള്ളാഹു അഹദുൻ, ഏകനാണ്. അള്ളാഹു അഹദ്. എന്താ ഉദ്ദേശിക്കുന്നത്? ബഹുത്വമോ നാനാത്വമോ ഘടനയോ ഇണയോ തുണയോ പങ്കാളിയോ ഇല്ലാത്തവൻ. സത്തയിലും ഗുണങ്ങളിലും പ്രവർത്തനങ്ങളിലെല്ലാം അവൻ ഏകനാണ്. ഏതാണ് ഏകത്വത്തിൻ്റെ കുൽ ഹുവല്ലാഹു എന്നതിൻ്റെ വിവക്ഷ. അള്ളാഹു സമദ്. അള്ളാഹു സമദാണ്. സമദ് എന്ന് പറഞ്ഞ അർത്ഥം അള്ളാഹു സർവ്വരാലും ആശ്രയിക്കപ്പെടുന്നവനാണെന്ന് അർത്ഥം. ആശ്രയിക്കപ്പെടുന്ന യജമാനൻ, അതായത് ആരുടെയും ആശ്രയം വേണ്ടാത്ത, എന്നാൽ എല്ലാവരും ആശ്രയിക്കേണ്ടി വരുന്ന അജയനായ നിത്യശക്തനായ യജമാനാണ് അള്ളാഹു. ആരുടെയും ആവശ്യം അവന് ആവശ്യമില്ല. പക്ഷേ ഈ പ്രപഞ്ചത്തിലെ എല്ലാവരും, എല്ലാ വസ്തുക്കളും, ചരാചരങ്ങളും അള്ളാഹുവിനെ ആശ്രയിക്കുന്നു. അതാണ് അള്ളാഹു സമദ്. ലം യലിദ് വലം യൂലദ്. ലം എന്ന് പറഞ്ഞാൽ ഇല്ല, ഭൂതകാലത്തിൽ. ഡിഡ് നോട്ട്. യലിദ്, ജനിപ്പിച്ചു, ജന്മം നൽകി. ലം യലിദ് എന്ന് പറഞ്ഞാൽ ജന്മം നൽകിയിട്ടില്ല.
അവൻ ഏതെങ്കിലും ഒന്നിൻ്റെ ജനിതാവല്ല, അഥവാ പിതാവോ മാതാവോ ബീജമോ അല്ല. നമ്മൾ മനുഷ്യരാണ്. പ്രായമാകുമ്പോൾ നമ്മളെ സഹായിക്കുവാൻ അല്ലെങ്കിൽ മരണപ്പെടുമ്പോൾ അനന്തരാവകാശിയായി മക്കൾ ആവശ്യമാണ് നമുക്ക്, അല്ലേ? എന്നാൽ അള്ളാഹുവിന് ആ അവസ്ഥ ഉണ്ടാകാത്തതിനാൽ മറ്റ് ആരുടെയെങ്കിലും സഹായമോ പങ്കാളിയോ ആവശ്യമില്ല. അതുകൊണ്ട് അള്ളാഹു ആർക്കും ജന്മം നൽകിയിട്ടില്ല. അതാണ് എന്ത്? ലം യലിദ് വലം യൂലദ്. യലിദ് പറഞ്ഞാൽ ജന്മം നൽകി, യൂലദ് ജന്മം നൽകപ്പെട്ടു. ആദ്യത്തെ കർത്തരി പ്രയോഗം ആക്റ്റീവ് വോയിസ്, രണ്ടാമത്തെ കർമ്മണി പ്രയോഗമാണ് പാസീവ് വോയിസ്. യൂലദ് എന്താർത്ഥം? ജന്മം നൽകപ്പെടുക. വലം യൂലദ്, അവൻ ആരാലും ജന്മം നൽകപ്പെട്ടവനല്ല. അവൻ മറ്റൊന്നിൽ നിന്ന് ജന്മനായവനോ ഉത്ഭൂതനായവനോ അല്ല. അവൻ സ്വയംഭൂവാണ്, അനാദ്യനാണ്, അനന്തനാണ്. അപ്പോൾ അവന് സന്താനമോ അവതാരമോ ആയി യാതൊന്നും ഉണ്ടാവതല്ല. അവനല്ലാതെ ഉള്ളതെല്ലാം അവൻ്റെ സൃഷ്ടികൾ മാത്രമാണ്. അതാണ് യൂലദ് എന്ന പദത്തിനർത്ഥം. വലം യക്കുൻ ലഹു കുഫുവൻ അഹദ്. വലം യക്കുൻ, ലം എന്ന് പറഞ്ഞിരുന്നു, ഇല്ല, നിഷേധത്തെക്കുറിച്ച് സൂചിപ്പിക്കാൻ, ഭൂതാർത്ഥത്തെ സൂചിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ലം. യക്കുൻ, കുൻ പറഞ്ഞ പദത്തിനർത്ഥം ആയിരുന്നു. യക്കുൻ ആകുന്നു, വാസ് അല്ലെങ്കിൽ വേർ എന്നാണ് കുൻ. യക്കുൻ പറഞ്ഞാൽ ഈസ് അല്ലെങ്കിൽ ആം. ലം യക്കുൻ പറഞ്ഞാൽ ആയിട്ടില്ല അല്ലെങ്കിൽ ഇല്ലതാനും. വലം യക്കുൻ ഇല്ലതാനും, ആയിട്ടില്ലതാനും. ലഹു അവന്, കുഫുവൻ ഈക്വലായിട്ട്, തുല്യനായിട്ട്. അഹദുൻ ഒരാളും. വലം യക്കുൻ ലഹു കുഫുവൻ അഹദ്, അവന് തുല്യനായിട്ട് ഒരാളും തന്നെ ഇല്ല. അവൻ്റെ സത്തയിലോ ഗുണങ്ങളിലോ പ്രവൃത്തികളിലോ അധികാരത്തിലോ അവകാശത്തിലോ സൃഷ്ടിയിലോ സംഹാരത്തിലോ നിയന്ത്രണത്തിലോ കൈകാര്യകർത്തൃത്വത്തിലോ അറിവിലോ കഴിവിലോ ഒന്നും തന്നെ അവന് തുല്യനായി ഒന്നും ഈ പ്രപഞ്ചത്തിലില്ല, ഒരാളുമില്ല. അതെ, അവനെപ്പോലെ ഒരു വസ്തുവുമില്ല. അവനാകട്ടെ എല്ലാം കേൾക്കുന്നവനും കണ്ടറിയുന്നവനും അത്രേ. അള്ളാഹുവിനെ എന്തിനോടെങ്കിലും താരതമ്യപ്പെടുത്തുന്ന പോലും വലിയ പാപമാണ്. അതാണ് അള്ളാഹുവിൻ്റെ പ്രത്യേകത. റഹീം. കുൽ ഹുവല്ലാഹു അഹദ്. കുൽ പറയുക, ഹുവ അവൻ, അള്ളാഹു അഹദുൻ ഏകനാകുന്നു. കുൽ ഹുവല്ലാഹു അഹദ് പറയുക, അത് അല്ലെങ്കിൽ അവൻ, അള്ളാഹു ഏകനാകുന്നു. അള്ളാഹു സമദ്. അള്ളാഹു അസമദ് സർവാശ്രയനാണ് അല്ലെങ്കിൽ യജമാനനാണ്. അള്ളാഹു സമദ്, അള്ളാഹു എല്ലാവർക്കും ആശ്രയമായിട്ടുള്ളവൻ അല്ലെങ്കിൽ യജമാനൻ ആകുന്നു. ലം യലിദ് വലം യൂലദ്. ലം യലിദ് അവൻ ജനിപ്പിച്ചിട്ടില്ല. വലം യൂലദ് അവൻ ജനിപ്പിക്കപ്പെട്ടുമില്ല. ലം യലിദ് വലം യൂലദ് അവന് സന്താനം ജനിച്ചിട്ടില്ല, അവൻ സന്താനമായി ജനിപ്പിക്കപ്പെട്ടുമില്ല. വലം യക്കുൻ ലഹു കുഫുവൻ അഹദ്, അവന് തുല്യനായിട്ട് ഒരാളും തന്നെ ഇല്ല. ഇനി ഈ സൂറത്തിൻ്റെ മറ്റൊരു ശ്രേഷ്ഠത, ഒരു ചെറിയ ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൻ്റെ ചുരുക്കം എങ്ങനെയാണ്? സൂറത്ത് ഇഖ്ലാസിനോടുള്ള സ്നേഹം പ്രകടിപ്പിക്കുന്നതിനെക്കുറിച്ച്. നമ്മൾ ഈ സൂറത്തിനെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ അള്ളാഹു നമ്മളെയും ഇഷ്ടപ്പെടുകയും അങ്ങനെ സ്വർഗത്തിൽ പ്രവേശിക്കാൻ കഴിയുകയും ചെയ്യും. അപ്രകാരം ഈ സൂറത്ത് പാരായണം ചെയ്യുമ്പോൾ 3 കാര്യങ്ങൾ നമ്മൾ ഓർത്തിരിക്കുക. ഈ സൂറത്ത് പാരായണം ചെയ്യുന്നത് അള്ളാഹുവിനെ സന്തോഷിപ്പിക്കാനും തൃപ്തിപ്പെടുത്താനുമായിരിക്കണം. 1. 2, അത് ഗ്രഹിക്കാനും അല്ലെങ്കിൽ മനസ്സിലാക്കാനും വേണ്ടിയായിരിക്കണം. ആ സൂറത്ത് പാരായണം ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ഫീലിംഗ്, വികാരത്തോടു കൂടിയുമായിരിക്കണം. ഒരിക്കൽ ഒരു സഹാബി എല്ലാ നമസ്കാരത്തിലും സൂറത്ത് ഇഖ്ലാസ് ഓതാറുള്ളതായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയുകയുണ്ടായി. ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സഹാബി വിളിച്ച് ചോദിച്ചു, എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ സൂറത്തിനെ നമസ്കാരത്തിൽ എല്ലാ റക്അത്തും ഓതുന്നത് ചോദിച്ചപ്പോൾ ആ സഹാബി പറയുകയുണ്ടായി, ഞാൻ ഈ സൂറത്ത് വളരെയധികം ഇഷ്ടപ്പെടുന്നു.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉടനെ പറഞ്ഞു, ഈ സൂറത്തിനെ ഇഷ്ടപ്പെടുന്ന ഒറ്റ കാരണത്താൽ നിങ്ങൾ സ്വർഗത്തിലാണ് എന്ന്. അത്രയും ശ്രേഷ്ഠമാണ് സൂറത്ത് ഇഖ്ലാസ്. ആരെങ്കിലും ഈ സൂറത്ത് മനസ്സിലാക്കിക്കൊണ്ടും അതിൽ വിശ്വസിച്ചുകൊണ്ടും പാരായണം ചെയ്യുകയാണെങ്കിൽ അവൻ്റെ വിശ്വാസം എല്ലാ തരത്തിലുള്ള ശിർക്കിൽ നിന്നും ശുദ്ധീകരിക്കുന്നതാണ് എന്നും കൂടി നമ്മൾ ഓർത്തിരിക്കേണ്ടതാണ് ഈ സന്ദർഭത്തിൽ. വ്യാകരണ ഭാഗത്തിൽ ഒരു കാര്യം ഇവിടെ പറയേണ്ടതുണ്ട്. ഗതികൾ, 4 വസ്തുതകൾ നമ്മൾ ഓർത്തിരിക്കണം. ഒരേ ആശയം പ്രകടിപ്പിക്കാൻ വ്യത്യസ്ത ഭാഷയിൽ വ്യത്യസ്ത ഗതികൾ ഉപയോഗിക്കുന്നു. ഉദാഹരണം, റളിയല്ലാഹു അൻഹു, അള്ളാഹു അദ്ദേഹത്തെ തൃപ്തിപ്പെടട്ടെ, മേ അല്ലാ ബി പ്ലീസ്ഡ് വിത്ത് ഹിം. ചിലപ്പോൾ അറബിയിലും മലയാളത്തിലും ഗതി ആവശ്യമായിരിക്കും. ഉദാഹരണം, യദ്ഖുലൂന ഫീ ദീനില്ലാഹ്, അവർ അള്ളാഹുവിൻ്റെ ദീനിൽ പ്രവേശിക്കുന്നു. യഗ്ഫിർലി, എനിക്ക് നീ പുറത്തു തരേണമേ. 3, ചിലപ്പോൾ അറബിയിൽ ഗതി ഇല്ലെങ്കിലും മലയാളത്തിൽ ഉണ്ടായെന്ന് വരാം. ഉദാഹരണം, വർഹംനി, എനിക്ക് നീ കരുണ ചെയ്യണമേ. ഖിനി അദാബക, എന്നെ നിൻ്റെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുത്തണമേ. ഗതി മാറുമ്പോൾ ചില സന്ദർഭങ്ങളിൽ ആശയവും മാറുന്നു. ഉദാഹരണം, സൊല്ലി ലി റബ്ബിക്ക, അല്ലാഹുമ്മ സൊല്ലി ലി റബ്ബിക്ക, സൊല്ലി ലി റബ്ബിക്ക, സൊല്ലി നീ നമസ്കരിക്കുക, ഇഫ്അൽ നീ ചെയ്യുക, ലി വേണ്ടി, റബ്ബിക്ക നിൻ്റെ രക്ഷിതാവിന്, സൊല്ലി ലി റബ്ബിക്ക നിൻ്റെ രക്ഷിതാവിന് വേണ്ടി നീ നമസ്കരിക്കുക എന്നാണ് അവിടെ അർത്ഥം. ഇനി വേറെ സന്ദർഭത്തിൽ അല്ലാഹുമ്മ സൊല്ലി അലാ മുഹമ്മദിൻ, അവിടെ അല്ലാഹുവേ സൊല്ലി അലാ മുഹമ്മദിൻ, മുഹമ്മദിന് മേൽ നീ അനുഗ്രഹിക്കണമേ എന്നാണ് അർത്ഥം. ഗതി മാറുമ്പോൾ ചില സന്ദർഭത്തിൽ ആശയവും മാറുന്നു എന്ന് ഇത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇവിടെ വേറെ ഓർത്തിരിക്കേണ്ട മറ്റൊരു കാര്യം, സൂറത്ത് കാഫിർ നമ്മൾ പഠിച്ചപ്പോൾ പറയുകയുണ്ടായി, ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കലിമത്ത് തൗഹീദിൻ്റെ ലാ ഇലാഹ, ലാ ഇല്ല, ഇലാഹ് ആരാധ്യൻ, ലാ ഇലാഹ ആരാധ്യനില്ല, അതായത് ഒരേ അള്ളാഹു മാത്രമേ ഉള്ളൂ. അതിൻ്റെ വിശദീകരണമായിരുന്നു സൂറത്ത് കാഫിർ നമ്മൾ പഠിച്ചത്. അതിൻ്റെ പൂർത്തീകരണം സൂറത്ത് ഇഖ്ലാസിലാണ്. ഇല്ലല്ലാഹ്, ഇല്ല ഒഴികെ, അള്ളാഹു ഒഴികെ, ലാ ഇലാഹ ഒരാരാധ്യനില്ല, ഇല്ലല്ലാഹ് അള്ളാഹു അല്ലാതെ ഒരാരാധ്യനില്ല എന്നുള്ള കലിമത്ത് തൗഹീദിൻ്റെ പൂർത്തീകരണം സൂറത്ത് ഇഖ്ലാസിലൂടെയാണ്. അള്ളാഹുവിൻ്റെ ശ്രേഷ്ഠത, പ്രാധാന്യമാണ് ഇവിടെ പഠനക്കുറിപ്പ്. കാര്യങ്ങൾ വിലയിരുത്തുക എന്നതാണ് ഇന്നത്തെ പഠനക്കുറിപ്പിലെ വിഷയം. ഉമർ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്നു, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി ചെയ്തു, നിശ്ചയം അള്ളാഹു ഈ ഗ്രന്ഥം മുഖേന ചിലരെ ഉയർത്തുകയും മറ്റു ചിലരെ അധപ്പതിപ്പിക്കുകയും ചെയ്യുന്നു. എന്താണ് ജനങ്ങളെ ഈ ലോകത്ത് വിജയത്തിലേക്ക് നയിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. 4 അധിക പ്രതിഫലങ്ങളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു വിഭാഗം ആളുകൾ അള്ളാഹുവിൻ്റെ പള്ളിയിലൊന്നിൽ ഒരുമിച്ച് കൂടുകയും ദൈവിക ഗ്രന്ഥം പാരായണം ചെയ്യുകയും അത് പരസ്പരം പഠിക്കുകയും ചെയ്താൽ തീർച്ചയായും അള്ളാഹു അവരുടെ മേൽ സമാധാനം വർഷിക്കും. കാരുണ്യം കൊണ്ടവരെ ആവരണം ചെയ്യും. മലക്കുകൾ അവരെ വലയം ചെയ്യും. അള്ളാഹു തൻ്റെ സമീപസ്ഥരായ മലക്കുകളോട് അവരെക്കുറിച്ച് സംസാരിക്കും. മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസാണിത്. യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് പഠിക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? പ്ലാനിങ്, ആസൂത്രണം ചെയ്യുക. ആസൂത്രണം ചെയ്യുന്നതിൽ പരാജയപ്പെട്ടാൽ നിങ്ങൾ ആസൂത്രണം ചെയ്യുന്നത് പരാജയത്തിലാണ് എന്ന് മനസ്സിലാക്കുക. ചിലർ പഠിക്കാൻ ആരംഭിക്കും, എന്നാൽ തുടർന്ന് പോവുകയില്ല. ഒരാരംഭ സൂറത്തും ഉണ്ടാവുമല്ലോ ഇവിടെ, ഇല്ലേ? പക്ഷെ എന്ത് സംഭവിക്കും? ശൈത്താൻ അവരെ പിന്തിരിപ്പിക്കും. ഓർക്കുക, നിങ്ങൾ ഒറ്റയ്ക്കാണെങ്കിൽ പിശാചി നിങ്ങളെ ആക്രമിക്കാൻ കഴിയും. ഒരു ടീം ഉണ്ടാക്കുകയാണെങ്കിൽ വീണ്ടും വീണ്ടും തുടരാൻ നിങ്ങൾക്ക് കഴിയും. അത് തുടർച്ചയും സ്ഥിരതയും പരസ്പര പ്രോത്സാഹനവും ഉറപ്പുവരുത്തും. അങ്ങനെ ഓരോരുത്തരുടെയും പഠനത്തിന് മുതൽക്കൂട്ടാവുകയും
സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക നഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത നസ്തഗ്ഫിറുക വനതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.